കോവിഡ് സമയത്താണ് ഒത്തിരി പേര് കവേഴ്സ് ചെയ്ത് അതിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് പേര് ഉണ്ട് അങ്ങനെ. അപ്പോൾ ഒരു കവേഴ്സിന്റെ ട്രെൻഡ് ഇപ്പൊ അങ്ങനെ അധികം ഉണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ട്രാക്സും മ്യൂസിക് ആണ് ഇപ്പൊ ഇനിയുള്ള ബാൻഡ് ഫോം ചെയ്യാ സ്കോപ്പ് എന്നാണ് ഇപ്പോഴത്തെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ പോയിക്കൊണ്ടിരിക്കണ അല്ലേ? അതൊക്കെയാണ് ഇൻഡിപെൻഡന്റ്. ഇപ്പൊ കാരണം പണ്ടായിരുന്നു സിനിമ ഒരു പ്ലേ ബാക്ക് സിംഗിങ്. ഇപ്പോൾ ഒരു സിംഗറെ കണ്ടു കഴിഞ്ഞാൽ ഏതാ പുതിയ സിനിമ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പം അതില്ല. പുതിയ പ്രോജക്ട്സ് ഏതാ എന്നുള്ള ചോദ്യം വളരെ കുറവാണ്. ചോദിക്കാറുണ്ട്, ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത പുറമേയുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് സിനിമയിലൊരു നല്ലൊരു പാട്ട് പാടി ഒരു വലിയൊരു പോപ്പുലർ സിംഗർ ആവാം എന്നുള്ളൊരു സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല എന്നല്ല, റെയറായിട്ട് ഒരു വർഷം ഒരു 10-20 സിനിമ ഇറങ്ങുന്നതിൽ ഒരു സിനിമയിൽ ഒരു പാട്ട് ചിലപ്പോൾ നല്ലൊരു പാട്ട്, നല്ലൊരു അവസരം, സിംഗർക്ക് നല്ലൊരു പ്രോമിനൻസ് കിട്ടുന്ന ഒരു പാട്ടുണ്ടാവാം. അത് ഫാമിലി മൂവീസ് കുറഞ്ഞു. അതെ, അതിലായിരിക്കുമല്ലോ കുറച്ചും കൂടെ പാട്ടുകൾ ഹിറ്റാവുന്നുണ്ട്. പക്ഷെ അത് ഒരുപാട് പേര് ചേർന്ന് പാടുന്നതും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഓരോരോ ബിറ്റായിട്ട് മാത്രം സിനിമയിൽ വരുന്നതും അങ്ങനെയൊക്കെ റീൽസിന് വേണ്ടിയാണ് ഇപ്പൊ കൂടുതൽ എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു മിനിറ്റുള്ള ഒരു പോർഷൻ ആയിരിക്കും ആ ഒരു വലിയൊരു പാട്ടില്, ഒരു 3-4 മിനിറ്റുള്ള പാട്ടിൽ ആ ഒരു റീലിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും ഹിറ്റ്, എല്ലാരും കേട്ടിട്ടുള്ളതും ഫെമിലിയർ ആയിട്ടുള്ളതും. പക്ഷെ അതിന്റെ പല്ലവി ഏതാന്നുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പം നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്, മ്യൂസിക് ഫീൽഡിലാണെങ്കിൽ പോലും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഏത് പാട്ടാണിത്, ഭയങ്കര ഈ ഒരു പോർഷൻ ഹിറ്റാണ് നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് ഏത് പാട്ടാണെന്നോ ഏത് സിനിമയിലാണെന്നോ ഒന്നും എനിക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. അല്ല, പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം അതന്നെ എല്ലാരും പാടിയിടുന്നത്. പെട്ടെന്ന് നമുക്കത് ചെറിയൊരു അത്രയും മതി ഇപ്പോൾ ഉള്ള ഓഡിയൻസിന്. അത്രയ്ക്കുള്ള സമയമേ ഉള്ളൂ. ആർക്കും ക്ഷമയില്ല, സമയമില്ല, എല്ലാരും ബിസിയാ.